അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ 5 തെങ്ങിന്ന് ആനക്കൊക്കെ വാങ്ങിച്ചിരുന്നില്ലേ, അതിനകത്ത് നിറയെ മാംസം ഉണ്ടെന്നാണല്ലോ അവർ പറഞ്ഞിരുന്നത്. നമുക്ക് അതിനെ ഒന്ന് ആവി കയറ്റിയിട്ട് നോക്കാം. എൻ്റെ ദൈവമേ, ഇതെന്താ തോട് മാത്രമായിട്ടൊക്കെ കിടക്കുന്നല്ലോ. അതോ ഇനി ഇതിനകത്ത് കലത്തിനകത്ത് വീണോന്ന് അറിയില്ല കേട്ടോ. അതാ നല്ല തട്ടി നോക്കാം നമുക്ക്. ഒന്നും ഇല്ലേ, അതിനകത്ത് വീണ് കിടക്കുന്നു കേട്ടോ. ഈശ്വരോ, ഇച്ചിരിയേ ഉള്ളു കേട്ടോ. ഇപ്പം തോട് മാത്രമേ ഉള്ളൂ. അവന്മാർ പറ്റിച്ച് കേട്ടോ. അവന്മാർ പറഞ്ഞതെന്താണെന്നറിയാം, വലിയ പീസാണ്, കട്ട് ചെയ്യണം, മറ്റേണം മറിച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞതാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ ചിപ്പിക്കകത്തിരുന്ന സാധനമാണ്. അവരെൻ്റെ അടുത്ത് പറയാണ് 2ആയിട്ടും 3ആയിട്ടൊക്കെ മുറിക്കാമെന്ന്. വെറുതെ 500 രൂപ പോയി. ആകെ വലുതെന്ന് പറയാനായിട്ട് ഇത് മാത്രമാണ് വലുത്. അപ്പോൾ ഞാൻ ഇനി ഇതിനെല്ലാം ഇളക്കിയെടുത്ത് നല്ല ക്ലീൻ ചെയ്യട്ടെ. ഇതിനകത്ത് മണ്ണ് കാണാൻ ചാൻസ് ഉണ്ട്. 3 എണ്ണം വാ തുറക്കാതിരുന്നു. ഞാൻ അങ്ങനെ സെപ്പറേറ്റ് ഇട്ടതാണ്. നോക്ക്, അതിലൊക്കെ മണ്ണാണ് ഇരുന്നത്. കണ്ടോ, ഇരിക്കുന്നത് കണ്ടോ. അപ്പോൾ 500 രൂപയുടെ മുതൽ കണ്ടല്ലോ. അപ്പോൾ ഈ ഉള്ളതിന് ഞാൻ തോരനോ ഫ്രൈയോ എന്തെങ്കിലും ആക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്കും പറ്റരുത്. അപ്പോൾ ഓക്കെ, ബൈ.